നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 10 വെള്ളിക്കാശിന് കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിന്റെ അതേ രൂപമാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന വലിയ ആരോപണമാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. അതായത് BJPക്ക് വോട്ട് മറിച്ചു കൊടുത്തു എന്ന ആരോപണമാണ് വെള്ളാപ്പള്ളിക്ക് നേരെ CPM ഉയർത്തുന്നത്. പലയിടത്തും CPMനെ പിന്തള്ളി BJP 2ാം സ്ഥാനത്തെത്തിയതിന് കാരണക്കാർ വെള്ളാപ്പള്ളി കൂട്ടമാണ്. വെള്ളാപ്പള്ളിക്കെതിരെ വടിയെടുത്തിരിക്കുകയാണ് MV ഗോവിന്ദൻ. വെള്ളാപ്പള്ളിയുടെ വിവാദ വിമർശനം തള്ളിയ ഗോവിന്ദൻ BJPക്ക് വോട്ട് ലഭിക്കാൻ വെള്ളാപ്പള്ളിയെ പോലുള്ളവർ പ്രവർത്തിച്ചുവെന്ന് ആരോപിച്ചു. LDF രാജ്യസഭാ അംഗങ്ങളെ നിശ്ചയിക്കുന്നതിനെതിരെയുള്ള പ്രസ്താവന ഈ ദിശയിലുള്ളതാണെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. പലമത സാരവുമേകം എന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച ഗുരുദർശനം തന്നെയാണോ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടേതെന്ന് MV ഗോവിന്ദൻ ചോദിച്ചു. ഇക്കാര്യം ശ്രീനാരായണ ദർശനം പിന്തുടരുന്നവർ ആലോചിക്കണം. ദേശാഭിമാനിയിലെ പ്രതിവാര പങ്ക്തിയിലാണ് MV ഗോവിന്ദന്റെ ഈ കടുത്ത വിമർശനം. ഇന്ത്യൻ റിപ്പബ്ലിക്കും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായാണ് ന്യൂനപക്ഷ സംരക്ഷണത്തെ CPIM കാണുന്നത്. ഈ നിലപാട് ആരെങ്കിലും തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തിരുത്താൻ CPIM ശ്രമിക്കും. ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാനുള്ള എല്ലാ ശ്രമവും പാർട്ടിയുടെയും നേതാക്കളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകും. തെറ്റുകൾ ജനങ്ങളോട് ഏറ്റുപറഞ്ഞ് അവരുടെ വിശ്വാസം തിരിച്ചുപിടിക്കുക എന്നതാണ് CPMന്റെ ശ്രമമെന്നും MV ഗോവിന്ദൻ ലേഖനത്തിൽ പറയുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMനുണ്ടായ തോൽവിക്ക് മുഖ്യ കാരണം ഈഴവ വോട്ടുകളിലെ ചോർച്ചയാണെന്ന് MV ഗോവിന്ദൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വെള്ളാപ്പള്ളി നടേശനും ഭാര്യയും മകനും സംഘപരിവാറിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചുവെന്നും ഗോവിന്ദൻ ആരോപിച്ചു. SNDP യോഗം പല രാഷ്ട്രീയ പാർട്ടികളിലെയും അംഗങ്ങളും അനുഭാവികളും എല്ലാം ഉൾപ്പെട്ടതാണ്. അതിൽ വർഗീയവൽക്കരണത്തിലേക്ക് നീങ്ങുന്ന ഒരു വിഭാഗം BJPക്ക് വേണ്ടി സജീവമായി ഇടപെട്ടിട്ടുണ്ട്. BJPക്കും RSSനും അനുകൂലമായി വോട്ട് മാറ്റിയതിൽ ഇവർക്ക് നിർണായക പങ്കുണ്ട്. സമുദായത്തെ RSS വൽക്കരിക്കാൻ തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ പ്രീതി നടേശനും നടത്തിയ പ്രവർത്തനങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ ദാർശനിക നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് പിന്നാക്ക വിഭാഗങ്ങളെ ഉദ്ധരിക്കുന്നതിനു വേണ്ടി നടന്ന പ്രവർത്തനങ്ങൾ വഴിയും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ നടത്തിയ പോരാട്ടങ്ങളിലൂടെയുമാണ് ഈ വിഭാഗങ്ങൾ പ്രബലമായ ശക്തിയായത്. എന്നാൽ ഇപ്പോഴത്തെ SNDP നേതൃത്വത്തിലെ പലരും ആ ആദർശങ്ങൾക്ക് വിരുദ്ധമായ സമീപനം കൈക്കൊണ്ടതിനെക്കുറിച്ച് അവർ തന്നെ വിമർശനപരമായി പരിശോധിക്കണം. രാജ്യസഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് കീഴ്പ്പെട്ടുവെന്നാണ് വെള്ളാപ്പള്ളി ആരോപിച്ചത്. എന്നാൽ കേന്ദ്രമന്ത്രിസഭയിൽ ഒരു മുസ്ലിമിനെ പോലും ഉൾപ്പെടുത്താത്തതിനെക്കുറിച്ച് SNDP നേതൃത്വം മിണ്ടിയില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം ഈഴവരും തീയരും തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയും പുരോഗമന പ്രസ്ഥാനത്തിന്റെയും നട്ടെല്ലായി പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിൽ വർഗീയ ധ്രുവീകരണത്തിനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അത്തരം നീക്കങ്ങളെ പാർട്ടിക്ക് ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. മതനിരപേക്ഷ കേരളത്തിന് അനുയോജ്യമായ നിലപാടല്ല ഇതെന്ന് എല്ലാ വിഭാഗം ജനങ്ങളും മനസ്സിലാക്കും. വർഗീയ ധ്രുവീകരണ ശ്രമത്തെ ജനങ്ങൾ ശക്തിയായി എതിർക്കുകയും ചെയ്യും. CPM എപ്പോഴും തിരുത്തലിന് വിധേയമായാണ് പ്രവർത്തിക്കുന്നതെന്നും പാർട്ടി സെക്രട്ടറി പറഞ്ഞു. വളരെ വേഗം ഭാവി പ്രവർത്തനം സംബന്ധിച്ച ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടതു വലതു മുന്നണികൾക്ക് അതിരുവിട്ട മുസ്ലിം പ്രീണനമെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുണ്ടായ പരാജയം മുസ്ലിം പ്രീണനം കാരണമാണെന്നും പിണറായി സർക്കാർ മുസ്ലിങ്ങൾക്ക് അനർഹമായ എന്തെല്ലാമോ വാരിക്കോരി കൊടുത്തുവെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചിരുന്നു. കേരളത്തിൽ ഒഴിവ് വന്ന 3 രാജ്യസഭാ സീറ്റുകളും മുന്നണികൾ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നൽകി. ജനാധിപത്യം മതാധിപത്യത്തിന് വഴിമാറിയെന്നും വെള്ളാപ്പള്ളി ആരോപണം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അതിനെല്ലാമുള്ള മറുപടിയാണ് MV ഗോവിന്ദൻ കൊടുത്തിരിക്കുന്നത്. എന്തായാലും വെള്ളാപ്പള്ളി നടേശനും CPMും തമ്മിൽ പോര് തുടങ്ങിയിരിക്കുകയാണ്.